ചുറ്റിലുമുള്ള തൊഴിലവസരങ്ങളെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളിലേക്ക്. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് വിഭാഗങ്ങളിൽ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി, അസം റൈഫിൾസിൽ റൈഫിൾമാൻ ജനറൽ ഡ്യൂട്ടി, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ ശിപായി തുടങ്ങിയ തസ്തികകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ആകെ 39,481 ഒഴിവുകളാണ് നിലവിലുള്ളത്. വനിതകൾക്കും അപേക്ഷിക്കാം. കേരളത്തിൽ 895 ഒഴിവുകളാണ് ഉള്ളത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് 15,654, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് 11,541, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് 7,145, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് 3,017, അസം റൈഫിൾസ് 1,248, സശസ്ത്ര സീമാബൽ 819, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് 35, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ 22 എന്നിങ്ങനെയാണ് സേന തിരിച്ചുള്ള ഒഴിവുകൾ. യോഗ്യത 10ാം ക്ലാസ് ജയം. ശാരീരിക യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾക്കായി വെബ്സൈറ്റ് കാണുക. തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ 2025 ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും നടക്കുന്നത്. കേരളത്തിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. പ്രായം 2025 ജനുവരി 1 18 മുതൽ 23 വയസ്സ് വരെ. ഉയർന്ന പ്രായപരിധിയിൽ അർഹരായ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 14. വിശദാംശങ്ങൾക്കായി ssc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, ഓഫീസ്, ഫിനാൻസ് വിഭാഗങ്ങളിലായി പ്രോജക്റ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 90 ഒഴിവുകളാണ് നിലവിലുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ 3 വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത്. പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത 60% മാർക്കോടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമയാണ്. ഈ വിഭാഗത്തിൽ 29 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഷിപ്പ്യാർഡ്, എഞ്ചിനീയറിംഗ് കമ്പനി, ഗവൺമെൻറ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് കമ്പനിയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 വയസ്സ്. ആദ്യ വർഷം 24,400 രൂപയും 2ാം വർഷം 25,100 രൂപയും 3ാം വർഷം 25,900 രൂപയുമാണ് ശമ്പളമായി ലഭിക്കുന്നത്. പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ 15 ഒഴിവുകളാണ് ഉള്ളത്. 60% മാർക്കോടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 വയസ്സ്. പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ 3 ഒഴിവുകളാണുള്ളത്. 60% മാർക്കോടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായം 30 വയസ്സ്. മറ്റ് തസ്തികകൾ, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 21. ഇന്ത്യൻ റെയിൽവേയിൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ വിഭാഗങ്ങളിലെ ഒഴിവുകളിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. 8,113 ഒഴിവുകളാണ് നിലവിലുള്ളത്. ജൂനിയർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഭാഷകളിൽ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. പ്രായം 18 മുതൽ 36 വയസ്സ് വരെ. അർഹരായ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ബിരുദം യോഗ്യതയുള്ള തസ്തികകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 13. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക് എന്നീ തസ്തികകളിൽ 3,445 ഒഴിവുകളാണ് നിലവിലുള്ളത്. +2 യോഗ്യതയുള്ളവർക്ക് സെപ്റ്റംബർ 21 മുതൽ ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായം 2025 ജനുവരി 1 18 മുതൽ 33 വയസ്സ് വരെ. +2 യോഗ്യതയുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ 20. വിശദാംശങ്ങൾക്കായി RRB വെബ്സൈറ്റ് സന്ദർശിക്കുക.
www.rrbtiruvananthapuram.gov.in ആണ് തിരുവനന്തപുരം RRB വെബ്സൈറ്റ്. AI എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിന് കീഴിൽ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, നാഗ്പൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി സപ്പോർട്ട് സർവീസസ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 25 ഒഴിവുകളാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് 5 ഒഴിവുകളുണ്ട്. പ്രായം 28 വയസ്സ്. യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾക്കായി www.aiesl.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 5 വർഷ കാലയളവിലേക്കുള്ള കരാർ നിയമനമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 24. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. പ്രായപരിധി 36 വയസ്സ്. ശമ്പളം 60,000 രൂപ. യോഗ്യതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ www.rcctvm.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സെപ്റ്റംബർ 25 മുൻപായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ നഴ്സിംഗ് ട്യൂട്ടർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വോക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. 1 ഒഴിവാണ് ഉള്ളത്. യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ അല്ലെങ്കിൽ സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ നിന്ന് MSc നഴ്സിംഗ് വിജയിച്ചിരിക്കണം. കൂടാതെ KNMC രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പ്രതിമാസം 25,000 രൂപ സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നതാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, മാർക്ക് ലിസ്റ്റ്, ആധാർ കാർഡ്, പ്രായം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ രേഖകളുമായി സെപ്റ്റംബർ 18 രാവിലെ 10 മണിക്ക് പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9746789505 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.